ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുമ്മിളി വീട്ടിൽ വന്നായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് കുമ്മിളി വന്ന് ഇനിയിപ്പോൾ ശനിയും ഞായറും അവധിയാണല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പം അന്ന് അമ്പലത്തിൽ പോയി നമുക്ക് ദീപാരാധന തൊഴാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ട എണ്ണയും തിരിയൊക്കെ മേടിച്ച് അങ്ങനെ വെള്ളോട്ട് കയറിപ്പോൾ കൂടെ സീനാമായും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേലോട്ട് കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ദേവുവിന് ചരട് ജപിച്ച് കെട്ടണം കൊണ്ട് ചരട് മേടിക്കാനായിട്ട് അതിൻ്റെ രസീതൊക്കെ എടുക്കാണ്ട് പുള്ളിക്കാരി തന്നെ അങ്ങ് പോയി. അപ്പോൾ അവളത് മേടിച്ചുകൊണ്ട് വരുന്നിടം വരെ ഞാനിവിടെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ അതേണ്ട അവൾ ഓടി വന്നൊക്കെ ചരട് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കയ്യെ ചരട് കിട്ടുന്നത്. അപ്പോൾ അത് ജപിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി ഇനി തൊഴുതിട്ടൊക്കെ ഇറങ്ങി വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇതേ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും മുല്ലപ്പൂ അവിടുന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ദേവീന് ചാർത്തിയും മുല്ലപ്പൂവായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തപ്പോൾ ഞങ്ങൾക്കും കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പണ്ട് എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ദിവസം ഇതേപോലെ അമ്പലത്തിൽ ദീപാരാധന ഇടാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കടകളിൽ കൂടെ എല്ലാം കയറി ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സ്പൈസസ് കടയാണ് ഇപ്പം കുമ്പിളി കൂടുതലും കേട്ടോ. അപ്പോൾ അതേണ്ട ശ്രീകുട്ടി വീട്ടിൽ നിന്ന് വന്നപ്പോഴേ പറഞ്ഞിരുന്നു നമുക്കിവിടെ ബെറ്റർ ബേക്കറിയിലൊന്ന് കയറണം, അവിടെ പോയി നമുക്ക് കോഫി കുടിക്കണം എന്നൊക്കെ. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിവിടെ ആ കടയിലോട്ട് കയറാൻ പോവാണ്. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെ കൂട്ടുകാർ കുറേ പേരുണ്ട്. വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് അങ്ങ് തയ്യാറെടുക്കും കേട്ടോ. നമ്മൾ അമ്മയിമാരും അമ്മയും പിന്നെ കുറേ കൂട്ടുകാരും എല്ലാം ഞങ്ങൾ അങ്ങനെ കുറേ പേര് കാണും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി പിന്നെ ഇതേപോലെ ഏതെങ്കിലും കടയിലൊക്കെ കയറുക അങ്ങനെയൊക്കെ ചെയ്ത് വെള്ളിയാഴ്ച ദിവസം നല്ലൊരു രസമായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കടയിൽ ഇവിടെ വന്നു. സീനമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, നേരത്തെ ഇട്ട വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മയാണ് കേട്ടോ ഇരിക്കുന്നത്. ദേവു പിന്നെ ഐസ്ക്രീമാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. ദേവുവിന് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ശരി, വെയിലാണെങ്കിലും മഴയാണെങ്കിലും ശരി, അവൾക്ക് ഐസ്ക്രീം മാത്രം മതി. അപ്പോൾ അതേണ്ട ഞങ്ങൾക്ക് കോഫിയും ഇതേപോലെ ഞങ്ങൾ കഴിക്കാനായിട്ട് സ്വീറ്റ് ബണ്ണാണ് മേടിച്ചത് കേട്ടോ. വൈകുന്നേരം ആയത് കാരണം കൊണ്ട് ഒത്തിരി ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പപ്സും കാര്യങ്ങളൊക്കെ തീർന്നു പോയി. പിന്നെ ഞങ്ങൾ അതേപോലെ തന്നെ വാനില ബണ്ണെന്നാണ് പറഞ്ഞത്, അതാണ് ഞങ്ങൾ മേടിച്ചത്. ദേവു ഇതിൻ്റെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവു ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുവാണെങ്കിലും ഫുള്ളൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഇഷ്ടത്തിന് മേടിക്കുമെങ്കിലും മൊത്തം ഒന്നും കഴിക്കത്തില്ല. അവസാനം വേറെ ആരെങ്കിലും ഒന്ന് ബാക്കി കഴിക്കേണ്ടി വരും. പിന്നെ വേണ്ട ഞങ്ങൾ പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ചോക്ലേറ്റ് ബോള് ഒക്കെ ശ്രീക്കുട്ടി മേടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ശ്രീക്കുട്ടി മുട്ടായിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.